വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പപ്പയ്ക്ക് വീക്കെൻഡ് ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ പപ്പേനോട് ചോദിച്ചു എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ. അപ്പോൾ പപ്പ പറഞ്ഞു ഗീ റൈസ് വിത്ത് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി തരുമോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടത് ഫസ്റ്റ് കുറച്ച് ബേ ലീവ്സ് എടുക്കും, കുറച്ച് സിനമൺ സ്റ്റിക്ക്, കറുകപ്പട്ട എന്ന് പറയും, അതെടുക്കും, കുറച്ച് കാടമും ഏലക്ക എടുക്കും, പെപ്പർ ബ്ലാക്ക് പെപ്പർ കുരുമുളക് എടുക്കും, തക്കോല എടുക്കും, ക്ലോവ്സ് കരയാമ്പൂ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വയ്ക്കും. അതിനുശേഷം നമുക്ക് പാൻ ഹീറ്റാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ 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 ഇപ്പോൾ ഗീ ചൂടായിട്ടുണ്ട്. ടെറസിൽ ഇവിടെ അത് കാണാം. അപ്പോൾ നാളെ കുറച്ച് കഴിയുമ്പോൾ ടെറസിന് എനിക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അത് തന്നെ മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഈ മസാലയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ജീരകവും വേണമെങ്കിൽ ഇടാം. ഓക്കെ, മമ്മയോട് പറഞ്ഞാൽ പെരിഞ്ജീരകം മമ്മ എടുത്ത് തരും. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് ഉണക്കമുന്തിരി കഴുകി വെച്ചതിന് കാരണം ടെറസിന് ഒരു ഫയർ വർക്കും കാണാം. അപ്പോൾ ഓക്കെ, നല്ലൊരു ഫയർ വർക്കും കാണാം ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉണക്കമുന്തിരി ഫ്രൈഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതാവുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ബ്രോക്കൺ കാഷ്യൂസ് ഇടും. ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് തരേസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇത് പപ്പായുടെ സ്റ്റൈലാണ് കേട്ടോ. ഇത് ജിഞ്ചർ ഗാർലിക് ഇടും. ഓക്കെ, ജിഞ്ചർ ഗാർലിക് ഇട്ട് പ്രോസസ് ഇല്ല നീ നോക്കി നീ ഇത് കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ കുക്കിങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്യും. അപ്പോൾ തെരേസ് എനിക്ക് വെച്ച് ഉണ്ടാക്കി തന്നു. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പ്ലെയിൻ. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നതും കുറച്ച് സ്പൈസി അല്ലാത്ത ഗ്രീൻ ചില്ലിയും ഒനിയനും ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് മിൻറ്റ് വേണം. അത് അമ്മയുടെ ഓൺ ഗാർഡനിൽ നിന്ന് നമുക്ക് കുറച്ച് മിൻറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ തെരേസ് നമ്മുടെ ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്ന മിൻറ്റ് ലീവ്സും ഓക്കെ വേറെ ആരുടെ ഗാർഡനിൽ ഉണ്ടായ കൊറിയാണ്ടർ ലീവ്സും നമ്മൾ ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ 1.5 കപ്പാണ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2.5 കപ്പ് വാട്ടർ ഒഴിക്കും. ഓക്കെ, 1 2 ഓക്കെ 3 is not required. ഓക്കെ, ദിസ് ഈസ് ഓക്കെ. ഇനി ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഉപ്പ് റൈസിന് വേണ്ട ഉപ്പ് ചേർക്കണം. ഓക്കെ, അല്പം ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ വെച്ചൊരു അരിപ്പ് വെച്ചിട്ട് നമ്മളത് ആഡ് ചെയ്യും. ഓക്കെ, ജീരകശാല അരി വെച്ചിട്ടാണ് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഈ റൈസ് ഇട്ട് കഴിഞ്ഞാൽ റൈസ് വെച്ചുകൊണ്ട് റൈസൊക്കെ ഇട്ട് നമ്മളിപ്പോൾ റൈസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ഇത് ബോയിൽ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്തായിരുന്നൊന്ന് നോക്കാം. ഓക്കെ, ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് അല്ല സോറി ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈഡ് ഒനിയനും ഫ്രൈഡ് ഗ്രീൻ കറി ലീവ്സും ഇതൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. പിന്നെ എൻ്റെ സ്പെഷ്യൽ വറ്റൽ മുളകും. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസ് ഗീ റൈസ് റെഡി. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ചിക്കനെ പപ്പ ഹണ്ട് ചെയ്ത് കൊന്ന് കഷ്ണങ്ങളാക്കിയതൊക്കെ ടെറസ് കണ്ടു എന്ന് വിചാരിക്കണം. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗീ ഇടും. ഓക്കെ, ഗീ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഒപ്പം വേണമെങ്കിൽ നമുക്കൊരു 2 ഇത് കൊടുക്കാം, എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ ഇത്തിരി പെരിഞ്ചീരകവും നേരത്തെ ഇട്ട പോലെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഇടാം. ഓക്കെ, ജിഞ്ചർ ഒന്ന് ഫ്രൈ ചെയ്തു. ജിഞ്ചർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒനിയൻ സ്ലൈസ് ചെയ്ത് ഇടാം. അല്പം ഗ്രീൻ ചില്ലി, സ്പൈസി ഗ്രീൻ ചില്ലി തന്നെ ആവും. ഓക്കെ, സ്പൈസി ഗ്രീൻ ചില്ലി കുറച്ച് കറി ലീഫ് ഇട്ട് നമ്മൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ചിക്കനും പൊട്ടറ്റോയും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ആദ്യം ചേർക്കാം. ആ സ്റ്റോക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തിക്നെസ് ഉണ്ടാവും, നല്ല ഫ്ലേവറായിരിക്കും. ഓക്കെ, അതും ഇതും അങ്ങനെ ചേർത്തു. കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് വേവിച്ച ചിക്കനാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ എടുത്തേക്കുന്നത് ഒഴിക്കാം. ഓക്കെ, അത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കുറച്ച് സമയം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർക്കാം. ഇനി നമ്മൾ അല്പം ഏലക്കായുടെ പൊടി സ്പൂൺ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ അല്പം കൂടി വാങ്ങി ഇട്ടേക്കാം. അപ്പോൾ സ്റ്റൂ റെഡിയായി. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ഗീയിൽ ഫ്രൈ ചെയ്തിട്ട് പിന്നെ മുകളിലാണ് ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യും. അപ്പോൾ തെരേസ് പറഞ്ഞ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തെരേസും ഫാമി ബോയും അതൊന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യാം.